നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ശ്രീനാരായണ ഗുരുവിന്റെ 159ാമത് ജയന്തി ആഘോഷം SNDP യൂണിയന്റെയും വിവിധ ശാഖായോഗങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരാറുകാർ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. INTUC വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ തോമസ് മാഷിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സമ്മേളനം KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. AK ആന്റണിയുടെ സർക്കാർ പ്രഖ്യാപിച്ച പട്ടയം എത്രയും വേഗം കൊടുത്തില്ലെങ്കിൽ UDF മുന്നണി ഉണ്ടാകില്ലെന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ നിർധനരായ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുവിന്റെ 159ാമത് ജയന്തി ആഘോഷം SNDP യൂണിയന്റെയും വിവിധ ശാഖായോഗങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, കുടുംബ യൂണിറ്റ്, SUG എന്നീ പോഷക സംഘടനകൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടനുബന്ധിച്ച് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ വിശേഷ ഗുരുപൂജ, പതാക ഉയർത്തൽ, ഗുരുദേവ കൃതികളുടെ പാരായണം, പ്രഭാഷണം, ഘോഷയാത്ര മുതലായവ നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ മഹാപ്രസാദയൂട്ടും നടന്നു. കാഞ്ഞിരമറ്റം SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബ യൂണിറ്റുകൾ, മൈക്രോ സംഘങ്ങൾ എന്നിവയുടെ പ്രവർത്തകർ നേതൃത്വം നൽകി. SNDP യോഗം കലൈന്താനി ശാഖാ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് P ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് PK സുകുമാരൻ, സെക്രട്ടറി ഷാജി കുന്നപ്പള്ളി, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം കാഞ്ചന സുകുമാരൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ഓമന സുകുമാരൻ, സെക്രട്ടറി PR സാബു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീജിത്ത് ശ്രീനിവാസ്, സെക്രട്ടറി PS അരവിന്ദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അറക്കുളം SNDP ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടന്നു. മൂലമറ്റത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്തു. പീതവസ്ത്രം ധരിച്ച വോളണ്ടിയർമാരും നിശ്ചല ദൃശ്യങ്ങളും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ VK സുനിൽമോൻ, ദീപുമോൻ, PS ബിജു, ശാഖാ പ്രസിഡന്റ് V നാരായണൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി ബാലകൃഷ്ണൻ, സെക്രട്ടറി VK മതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. Arriba.
SNDP യോഗം കാഞ്ഞാർ ശാഖ നേതൃത്വത്തിലും ജന്മദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ഡോക്ടർ കെ സോമൻ, സെക്രട്ടറി ശിവൻകുഞ്ഞ്, യൂത്ത് മൂവ്മെന്റ് ശാഖ പ്രസിഡന്റ് VK രതീഷ്, വനിതാ വിഭാഗം പ്രസിഡന്റ് രാജി സോമൻ, എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് VC ബൈജു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ഘോഷയാത്ര ടൗൺ ചുറ്റി കാഞ്ഞാർ ഭജനം നടത്തി സമാപിച്ചു. CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് ബിന്ദു സുനിൽ ഉന്നത വിദ്യാഭ്യാസ എൻറോൾമെന്റുകൾ വിതരണം ചെയ്തു. ഉടുമ്പന്നൂർ മേഖല യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൗൺസിൽ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലി നടത്തി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി രതീഷ് കൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് V ജയേഷ്, മഹേഷ്, ജോമി, അരുൺ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. മലയിഞ്ചി, പെരിങ്ങശ്ശേരി, ചേപ്പുകുളം, കരിമണ്ണൂർ എന്നിവിടങ്ങളിൽ റാലി പര്യടനം നടത്തി. കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും ഇന്ന് കേരളത്തിലെ നമുക്കറിയാം, വിശേഷ ഭാരതത്തിലെ ഒരു സാഹചര്യത്തിനപ്പുറം കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യുവത്വത്തിന്റെ പ്രതീകമായ SNDP യോഗത്തിന്റെ ആരാധ്യനായ കേന്ദ്ര സമിതിയുടെ ചെയർമാനും SNDP യോഗം വൈസ് പ്രസിഡന്റുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അയ്യങ്കാളി ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള പുലയർ മഹാസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഘോഷയാത്ര നടത്തി. ഘോഷയാത്രയിൽ താലൂക്കിലെ വിവിധ ശാഖകളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. KPMS തൊടുപുഴ യൂണിയൻ നേതൃത്വത്തിൽ അയ്യങ്കാളി ജന്മദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴയിൽ ജന്മദിന ഘോഷയാത്ര നടത്തി. മഹാത്മാ പ്രവേശനം നൽകിയില്ലെങ്കിൽ വയലുകളിലെല്ലാം പുല്ലുമുളപ്പിക്കും എന്നറിയിപ്പും കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാ അയ്യങ്കാളി പട്ടികജാതി അവകാശം നേടിയെടുത്ത കേരളത്തിലെ കരുത്തുറ്റ നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളിയുടെ 151ാമത് ജന്മദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായ പരിപാടികളുടെ ആഘോഷിക്കുന്നു. കരാറുകാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നും PWD മാനുവലിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ട് കരാറുകാർ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളെ മുഴുവൻ കരിമ്പട്ടിയിൽപ്പെടുത്തും, കരാറുകാർക്ക് പെർഫോമൻസ് ഗ്യാരണ്ടി ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങളുടെ റോൾ എന്താണ്? നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മണ്ണ് ഇടിഞ്ഞു വീണുണ്ടായ അപകടങ്ങളിലൊക്കെ ഇടുക്കി ജില്ലയിലെ കരാറുകാർ 24 മണിക്കൂർ കൊണ്ട് റോഡുകൾ പുനഃസ്ഥാപിക്കാനും അതിൽ അപകടത്തിൽ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള എല്ലാ പദ്ധതികൾക്കും നേതൃത്വം കൊടുത്തത് ഇവിടെയുള്ള കരാറുകാരുടെ മിഷനറികളും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കൊണ്ടുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള കരാറുകാർ ഇവിടെ ഉള്ളപ്പോൾ പുതിയ കുറേ ഉത്തരവുകൾ കൊണ്ടുവന്ന് ലൈസൻസിന് 1 കോടി രൂപയുടെ ബാങ്കിൻ്റെ ലെറ്റർ വേണം. അതുപോലെ തന്നെ ഒരു വർക്ക് 2 കോടി രൂപയുടെ മേലുള്ള ഒരു വർക്ക് എടുത്ത് ആരംഭിക്കണമെങ്കിൽ 30 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് വേണം. പോലീസ് മർദ്ദനത്തെ തുടർന്ന് 23കാരൻ അരയ്ക്ക് താഴെ തളർന്ന നിലയിൽ. കൊമ്പളി സ്വദേശി റെനി തോമസ് ആണ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായിരിക്കുന്നത്. പോലീസിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് റെനിയുടെ കുടുംബം. ബാംഗ്ലൂർ ടി ജോൺ കോളേജിലെ BCom വിദ്യാർത്ഥിയായ റെനി തോമസിനെ ദുരന്തം വേട്ടയാടിയത് പോലീസിന്റെ രൂപത്തിലായിരുന്നു. സുഹൃത്തിനെ യാത്രയാക്കുവാൻ ബൈക്കിൽ ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്കിടെ ബാംഗ്ലൂർ പോലീസ് പരിശോധനാ സംഘത്തിന് മുന്നിലെത്തി. പോലീസ് വാഹനം നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹെൽമറ്റ് ധരിക്കാത്തതിനാൽ റെനി വാഹനം നിർത്തിയില്ല.
പോലീസുകാരൻ ലാത്തി ഉപയോഗിച്ച് നട്ടലിന് അടിച്ചു. ഇതേ തുടർന്ന് നട്ടലിലെ 2 കശേരുകൾ തകർന്ന് റെനി ബോധരഹിതനായി. ഇപ്പോൾ ശരീരം അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലായിരിക്കുകയാണ്. INTUC വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ തോമസ് മാഷിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എൻ്റെ ഈ അവാർഡ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ വിയർപ്പിന്റെ ഫലമാണ് എൻ്റെ ഈ അവാർഡ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വന്തം നാടിനെ, ഈ വണ്ണപ്പുറത്തെ എത്രയോ ഉദാത്തമായി അദ്ദേഹം എടുത്തുവെന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ലോകം അത് കണ്ടത്, ലോകം അത് വിലയിരുത്തിയത്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ വരദാനം എന്ന നിലയിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞ ശക്തികൾ സത്യത്തിൽ അവര് ഈ വണ്ണപ്പുറത്ത് ഭാഗ്യം സമ്മാനിച്ചവരാണ് എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. ഈ സ്കൂളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനും ഈ നമ്മുടെ സ്പോർട്സ് സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാനും കഴിഞ്ഞാൽ അതിന് പര്യാപ്തമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ആരൊക്കെ മുൻകൈ എടുത്തോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ അവരെ ഒക്കെ ഈ തരുണത്തിൽ നമ്മൾ ഓർക്കണം. നമ്മൾ അവരെ അഭിമാനത്തോടു കൂടി അവരെ കൂടി തീർച്ചയായിട്ടും സ്മരിക്കണം എന്നുള്ളതാണ് എൻ്റെ. വാർത്തകൾ തുടരുന്നു. നഗരവീഥികളിലൂടെ കൂട്ടം കൂട്ടമായി അഴിഞ്ഞുതിരിയുന്ന തെരുവു നായകൾ വീഥികൾ കീഴടക്കുമ്പോൾ നഗരത്തിലെത്തുന്ന കാൽനട യാത്രക്കാരും വാഹനയാത്രികരും വലയുന്നു. തെരുവുനായ ശല്യം മൂലം കഴിഞ്ഞ ദിവസം ഗാന്ധി സ്ക്വയറിന് സമീപം ഏതാനും നേരത്തേക്ക് ഗതാഗതം പോലും സ്തംഭിച്ചു. തെരുവുനായകൾ നഗരത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തുമ്പോഴും ഇതിനെതിരെ ചെറുവിരലനക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. നഗരവാസികൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് തന്നെ പേടിച്ചാണ്. കടിച്ചു കീറാൻ തക്കം പാർത്തിരിക്കുന്ന തെരുവു നായ്ക്കൾ തന്നെ കാരണം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നഗരത്തിൽ സ്വതന്ത്ര വിഹാരം നടത്തുന്ന തെരുവു നായ്ക്കൾ കാൽനട യാത്രക്കാർക്ക് പുറമെ ഇരുചക്ര വാഹനക്കാർക്കും വളർത്തുമൃഗങ്ങൾക്കും വരെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. തെരുവു നായ്ക്കളെ കൊല്ലാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുന്നതിനാൽ എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് അധികൃതരും. തൊടുപുഴയിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പകൽ സമയത്ത് വരെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. നഗരത്തിനു പുറമെ ഗ്രാമപ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. AK ആന്റണിയുടെ സർക്കാർ പ്രഖ്യാപിച്ച പട്ടയം എത്രയും വേഗം കൊടുത്തില്ലെങ്കിൽ UDF മുന്നണി ഉണ്ടാകില്ലെന്ന് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനും സർക്കാർ ചീഫ് വിപ്പുമായ PC ജോർജ് പറഞ്ഞു. പട്ടയം കൊടുക്കാതെ ഇനി ജനങ്ങളുടെ അടുത്തേക്ക് പോകാനാവില്ലെന്നും ഇക്കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഹാനായ AK ആന്റണി പ്രഖ്യാപിച്ചതാണ് 1/1/77 മുമ്പുള്ള കൃഷിഭൂമിക്ക് പട്ടയം. പ്രത്യേകം പറഞ്ഞു, കൃഷിഭൂമിക്ക് പട്ടയം കിട്ടും. ഇനി അത് താമസിപ്പിക്കാൻ കഴിയില്ല. ഇനി അത് താമസിപ്പിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമല്ല. മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും കർഷകരെ വഞ്ചിച്ചു എന്ന അഭിപ്രായമാണ് ഉള്ളത്. ഇനി ഈ വഞ്ചന അനുവദിക്കില്ല. എത്രയും വേഗം മുഴുവൻ കർഷകർക്കും, അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം കൊടുക്കണം. മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ PC ജോർജ് നടത്തുന്ന പ്രസ്താവനകൾ പ്രതിഷേധിച്ച് റോഡരികിൽ കരിങ്കൊടി കാണിക്കാൻ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് ചീഫ് വിപ്പിന്റെ ഔദ്യോഗിക വാഹനം ഇരച്ചു കയറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജിയോ മാത്യു ആരോപിച്ചു. ഇതിനെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDF ഗവൺമെന്റിനും മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കുമെതിരായി PC ജോർജ് നടത്തുന്ന പ്രതികരണങ്ങളിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി, സമാധാനപരമായ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഓടിച്ചു കയറ്റി അപായപ്പെടുത്തുവാൻ ശ്രമിച്ചിരിക്കുകയാണ്. പോലീസ് പൈലറ്റ് വാഹനത്തിന് പിന്നാലെ പോകേണ്ട PC ജോർജിന്റെ വാഹനം ഇവരുടെ ദേഹത്തോടി വണ്ടി കയറ്റി കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് PC ജോർജിന്റെ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അപായപ്പെടുത്താൻ ശ്രമിച്ച PC ജോർജിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്നതിനും അവരുടെ പ്രതിഷേധം അറിയിക്കുന്നതിനുമാണ് യൂത്ത് കോൺഗ്രസ് മുന്നിട്ട് വന്നിട്ടുള്ളത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ശ്രീനാരായണ ഗുരുവിന്റെ 159ാമത് ജയന്തി ആഘോഷം SNDP യൂണിയന്റെയും വിവിധ ശാഖായോഗങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരാറുകാർ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. INTUC വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ തോമസ് മാഷിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സമ്മേളനം KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു.
AK ആന്റണിയുടെ സർക്കാർ പ്രഖ്യാപിച്ച പട്ടയം എത്രയും വേഗം കൊടുത്തില്ലെങ്കിൽ UDF മുന്നണി ഉണ്ടാകില്ലെന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ നിർധനരായ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.